ഇക്കിഗായ് എന്ന ആശയത്തെക്കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇക്കിഗായ് എന്ന ഹാബിറ്റിൽ നമ്മൾ ഏറ്റവും വലിയ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് പറയാൻ പോകുന്നത്. അത് മറ്റൊന്നുമല്ല, സ്ലീപ്പ്, ഉറങ്ങുക എന്ന് പറയുന്നതാണ്. ശരിക്കും ഏറ്റവും സുഖം തരുന്ന കാര്യം തന്നെയാണ് ഉറക്കുക എന്ന് പറയുന്നത്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പലർക്കും ഉറങ്ങുവാനായിട്ട് സാധിക്കുന്നില്ല. 7 മുതൽ 8 വരെ മണിക്കൂർ ദിവസവും വളരെ ക്വാളിറ്റി സ്ലീപ്പ് നമുക്ക് അത്യാവശ്യമാണ്. അത് സാധിക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമാണ്. ഇല്ല എങ്കിൽ നമുക്ക് ലോങ്വിറ്റി എന്ന് പറയുന്നത് സാധ്യമല്ല. പലരും ചോദിക്കും, പല പ്രശസ്ത ആളുകളെല്ലാം 3 മണിക്കൂർ 4 മണിക്കൂറാണല്ലോ ഉറങ്ങുന്നതെന്നെല്ലാം പറയുന്നവരുണ്ട്. ചിലർ പറയും ഹൈലി പ്രൊഡക്റ്റീവ് ആളുകൾക്ക് നാപ്പ് മതി, 3 മണിക്കൂർ ഉറങ്ങിയാൽ മതി. ശരിയായിരിക്കും, അതിനെക്കുറിച്ച് തർക്കിക്കാൻ വരുന്നില്ല. പക്ഷേ പഠനങ്ങൾ ആകത്തുകയായി പറയുന്നത് നല്ല സ്ലീപ്പ് കുറേ നാളുകൾ സന്തോഷത്തോടെ ജീവിച്ചിരിക്കുവാനും സൗന്ദര്യം കൂട്ടുവാനും പല അസുഖങ്ങൾ രക്ഷിക്കുവാനും സാധിക്കുമെന്നാണ് പറയുന്നത്. ഏറ്റവും എളുപ്പമുള്ള ഈ ഹാബിറ്റ് പക്ഷേ പലർക്കും ഡിഫിക്കൽട്ടാണ്. കാരണം പലരും വൈകിയാണ് ഉറങ്ങാൻ പോകുന്നത്. അത് പ്രധാനപ്പെട്ട കാര്യമാണ്. ആയിരിക്കും എന്തുമാകട്ടെ 7 മുതൽ 8 മണിക്കൂർ വരെ ഉറക്കം നമ്മുടെ ലോങ്വിറ്റിക്കും ഒപ്പം തന്നെ സ്കിൻ ഗ്ലോ ചെയ്യാൻ അല്ലെങ്കിൽ ബ്യൂട്ടി നിലനിർത്താൻ, പ്രായം കൂടിയാലും പ്രായം തോന്നിക്കാത്ത അവസ്ഥയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ ഈ പറയുന്ന കാര്യം വളരെ ആവശ്യമാണ്. കാരണം സ്ലീപ്പ് സമയത്താണ് മെലാറ്റോണിൻ എന്ന് പറയുന്ന വസ്തു ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇപ്പോൾ പീനൽ ഗ്ലാൻഡിലൂടെ സെറാട്ടോണിൻ ഉൽപ്പാദിപ്പിക്കും. അതിലൂടെ മെലാറ്റോണിൻ ഡെവലപ്പ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മെലാറ്റോണിൻ എന്ന് പറയുന്നത് വളരെ ശക്തമായിട്ടുള്ള ഒരു വസ്തുവാണ് ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത്. ഇതൊരു കനത്ത ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഒരു 30 വയസ്സ് കഴിയുമ്പോൾ ശരാശരി നമ്മുടെ ഈ മെലാറ്റോണിൻ ഉൽപ്പാദനം കുറയാനുള്ള സാധ്യതയും കൂടുതലാണ്. അപ്പോൾ ഈ നാച്ചുറലായി ബിൽഡ് ചെയ്യപ്പെടുന്ന ഈ ആൻറ്റി ഓക്സിഡൻ്റ് മെലാറ്റോണിൻ അത് നമുക്ക് കുറേ അധികം ഇമ്മ്യൂൺ പവർ നൽകുന്ന ഒന്നാണ്. ഞാൻ ഒരു ലിസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ ഇത് ഹൈ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്ന ഒന്നാണ്. പിന്നെ ക്യാൻസർ പോലെ അസുഖങ്ങളെ പ്രിവെൻറ്റ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഇൻസുലിൻ്റെ നാച്ചുറൽ പ്രൊഡക്ഷൻ കൂട്ടുന്ന ഒന്നാണ്. പിന്നെ അൾഷിമേഴ്സ് പോലെയുള്ള ഡിമിനേഷ്യ പോലുള്ള അസുഖങ്ങൾ കുറയ്ക്കുന്ന ഒന്നാണ്. ഇനി ഹാർട്ട് ഡിസീസ് കുറയ്ക്കുവാൻ സഹായിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ നല്ല ഉറക്കം, ക്വാളിറ്റി സ്ലീപ്പ് ഒരു കാരണവശാലും നാം ഒഴിവാക്കാതിരിക്കും. ഞാൻ പഠിക്കുന്ന കുട്ടികളൊക്കെ പറയാറുണ്ട്. കാരണം ഉറങ്ങുക എന്ന് പറയുന്നത് ബ്രെയിനിൻ്റെ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ റിപ്പയറിംഗ് പ്രോസസ്സ് നടക്കുകയാണ്. ഗ്രേ മാറ്റേഴ്സ് ഉൽപ്പാദിപ്പിക്കപ്പെടുകയാണ്. നാം പഠിച്ച കാര്യങ്ങളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ലോങ് ടേം മെമ്മറിയിലേക്ക് റീറ്റെയിൻ ചെയ്യുന്ന ഒരു മെമ്മറി ഡെവലപ്മെൻറ്റ് പ്രോസസ്സ് കൂടിയാണ് ഉറക്കം എന്ന് പറയുന്നത്. റിപ്പയർ ഇല്ലാതെ കണ്ടിന്യൂസ് ആയി ഒരു മെഷീൻ ഓടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നുള്ളത് തന്നെയാണ് എനിക്ക് ഉറക്കത്തെക്കുറിച്ച് പറയാനുള്ളത്. കൃത്യസമയത്ത് ഉറങ്ങുക എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഇന്ന് 10 മണിക്കും നാളെ 12 മണിക്കും പിറ്റേ ദിവസം 3 മണിക്കും ഉറങ്ങുന്നത് ശരിയല്ല. കൃത്യസമയത്ത് കണ്ടിന്യൂസ് ആയി ലോങ് ആയിട്ടുള്ള സ്ലീപ്പ് ആവശ്യമാണ്. അപ്പോൾ ഞാൻ മെലാറ്റോണിനെ കുറിച്ച് പറഞ്ഞൊരു കാര്യമാണ്. ഒന്ന് കാൽസ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ ധാരാളം കഴിക്കുക. അതുപോലെ സൺലൈറ്റ് നിങ്ങൾ നന്നായാലും ചുരുങ്ങിയത് 5-10 മിനിറ്റ് രാവിലെയോ വൈകിട്ടോ ഏതെങ്കിലും സമയത്ത് നെഗറ്റീവ് എഫക്റ്റ് ചെയ്യാത്ത രീതിയിൽ സൺലൈറ്റ് നമുക്ക് ആവശ്യമാണ്. അപ്പോൾ ഈ സ്ലീപ്പ് എന്ന് പറയുന്ന കാര്യം ഒരിക്കലും ഡിമിനിഷ് ചെയ്യരുത്. സ്ലീപ്പ് കുറയുന്നത് ലോങ് ടേം ആയിട്ടുള്ള പലധികം എസ്പെഷ്യലി ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ കുറേ അധികം ആളുകൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ആരോഗ്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നന്നായി ഉറങ്ങുന്നെന്ന് ഉറപ്പാക്കുക. ഇക്കിഗായെക്കുറിച്ച് പറഞ്ഞപ്പോൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ റിസർച്ചിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിച്ചത്, 1 പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ്, 2 ഇമോഷണൽ അവെയർനെസ്. ഈ 2 കാര്യങ്ങൾ വളരെ പ്രധാനപ്പെട്ടതായിട്ട് നമുക്ക് പറഞ്ഞുകൊണ്ട് മനസ്സിലാക്കാൻ സാധിച്ചു. പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ഉണ്ടാകും, ഒപ്പം തന്നെ സ്വന്തമായിട്ടുള്ള ഇമോഷൻസിനെ കുറിച്ച് അവെയർനെസ് ഉണ്ടാകുക. ഇപ്പോൾ സ്റ്റോയിക് മൈൻഡ് സെറ്റ് എന്നെല്ലാം പറയാറുണ്ട്. കാരണം ഏത് അഡ്വേഴ്സ് സിറ്റുവേഷനിലും നിലനിൽക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് ഈ സ്റ്റോയിക് മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇമോഷണൽ അവെയർനെസ്, സ്വന്തമായ വ്യക്തിത്വത്തെക്കുറിച്ച് മനസ്സിലാക്കുകയും പോസിറ്റീവായ ആറ്റിറ്റ്യൂഡ് ഉണ്ടാക്കുകയും ചെയ്യുന്നതിലൂടെ നല്ലൊരു മെൻ്റൽ വെൽബീയിങ് ഉണ്ടാക്കാൻ സാധിക്കും. മെൻ്റൽ വെൽബീയിങ്, ഫിസിക്കൽ വെൽബീയിങ്, സ്പിരിച്വൽ വെൽബീയിങ്, ഈ 3 മേഖലയിലാണ് ഇക്കിഗായ് പ്രവർത്തിക്കുന്നത് പറഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കോഴ്സ് സീരീസിൽ അതിനെക്കുറിച്ചെല്ലാം പറയുന്നുണ്ട്. തീർച്ചയായും പ്രാക്ടീസ് ചെയ്യുക. ഡിസ്ട്രാക്ഷൻ ഉണ്ടാകാതെ എങ്ങനെ ഉറങ്ങാൻ സാധിക്കും, ഉറക്കമില്ലെങ്കിൽ ഉറങ്ങാൻ സാധിക്കുന്ന വിഷയത്തെക്കുറിച്ച് ഞാൻ സ്ലീപ്പ് റവല്യൂഷൻ പുസ്തകത്തെക്കുറിച്ച് റിവ്യൂ ചെയ്തിട്ടുണ്ട്. ധാരാളം വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. തീർച്ചയായും കാണാം. ലെറ്റ് us make 10x growth through habits.